എന്താ പറഞ്ഞേ വീടെടുക്കാൻ വിശാലത്തെ അവസ്ഥയാണ് കാണുന്നത്. കഴിഞ്ഞ കാണും ഇതിനെ കണ്ടെത്തിനാ മതിയോ? വീടെടുക്കൊന്നും വേണ്ടേ? ടാസ്കോ ബിഗ് ബോസ് ഇത്രയും കാലം ബിഗ് ബോസ് കാണൂല, അതാണ് ഇതാണ് ഇവിടെ ബാക്കിയുള്ളവർ കാണുമ്പോൾ എനിക്കിഷ്ടമല്ലേ പറയുന്നത്, എന്തെത്രമാത്രം കാണാനെന്നൊക്കെ പറഞ്ഞ ആളത് കുറിച്ചിരുന്ന് കാണും. ഫുൾ ടൈം തന്നെ എന്തേലും തിന്നാൻ വിളിച്ചാലും എന്തേലും വീഡിയോ എടുക്കാനാണെന്നും എന്ത് വിളിച്ചാലും ഇത് അവിടെ ഫുൾ ടൈം വീഡിയോ കണ്ടിട്ടുണ്ട്. എന്താ അതിന് മാത്രമുള്ളത്? എന്താ പറയേ കേക്കട്ടെ. ഒരു രസം സംഗതി ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 20 ആൾക്കാരെ 100 ദിവസത്തേക്ക് ഒരു വീടിനുള്ളില് പുറലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ കൂട്ടിയിടണം. ഒരു ബന്ധമില്ലാതെ പറയുമ്പോൾ പുറത്തുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവില്ല, വാർത്തകൾ അറിയില്ല, പുറത്ത് നടക്കുന്ന ന്യൂസ്, ഒരു കാര്യങ്ങളും ഈ 100 ദിവസത്തേക്ക് ഈ 20 കണ്ടസ്റ്റൻസ് ഒരു കാര്യങ്ങളും അറിയില്ല, എല്ലാം ബ്ലോക്ക്. ഈ 100 ദിവസം കഴിഞ്ഞ് 100ാമത്തെ ദിവസം അതില് ഓരോരുത്തർ ഓരോ ആഴ്ചയിൽ ഓരോരുത്തർ വിറ്റായി അതായത് ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്ത് അവസാനത്തെ ആഴ്ച അതായത് 100ാമത്തെ ദിവസം വെറും 3 ആൾക്കാരെ അതിലുണ്ടാവുള്ളൂ. അത് ഓഡിയൻസിന്റെ വോട്ടിങ്, അതായത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് പുറത്തുള്ള ഓഡിയൻസ് അതിന് വോട്ട് ചെയ്യും പോളിങ്ങിലൂടെ. അതിന്റെ ബേസിസിലാണ് മെയിൻ ആയിട്ട് പോളിംഗ് നടക്കുന്നത്. പക്ഷെ പോളിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര ഓരോ ആഴ്ചയ്ക്കും പോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3-4 ആൾക്കാരെ സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ആണ്. അതായത് എല്ലാവരും കൂടി ഒരുമിച്ചല്ല വോട്ട് ചെയ്യുന്നത്, കുറച്ച് ഓരോ ആഴ്ചത്തേക്ക് കുറച്ച് പേരെ ടാസ്കിങ്ങിലൂടെ ഓരോ ആഴ്ചത്തേക്കും കുറച്ച് ടാസ്ക് കൊടുക്കും. അതിന്റെ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു 4-5 ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ, അതായത് പുറത്തേക്ക് ഓഡിയൻസിന്റെ ഇടയ്ക്ക് കൊടുക്കും. ഈ 4 ആൾക്കാരെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ 4 ആൾക്കാരിൽ നിന്ന് ഒരാളെ എലിമിനേറ്റ് ചെയ്യും. അതായത് ബിഗ് ബോസിന് ഇതില് പങ്കുണ്ട്, എന്നാൽ പുറത്തുള്ള ആൾക്കാർക്കും ഇതിന് പങ്കുണ്ട്. ആ രീതിയിലാണ് ഇതിന്റെ എലിമിനേഷൻ നടക്കുന്നത്. ബാക്കി റൂൾസും കാര്യങ്ങളും പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ കുറച്ച് കൂടുതൽ ടാസ്കുകൾ മീൻസ് ഇതിൽ ഭയങ്കര പണിയാണ്. ഇവർ പണിപ്പുരുണ്ട് ഇതില്. പണിപ്പുര എന്ന് പറയുമ്പോൾ ഇവരുടെ ഡ്രസ്സ്, ഇവര് കൊണ്ടുവന്ന ഡ്രസ്സുകള്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് വാങ്ങി പണിപ്പുരയിൽ കൂട്ടിയിട്ടുണ്ട്. അത് ഇവർക്ക് കൊടുക്കൂല. അത് ബിഗ് ബോസ് കൊടുക്കണ ഡ്രസ്സ്, സാധനങ്ങൾ അതും റേഷനായിട്ട് കൊടുക്കുള്ളൂ. ചിലപ്പോ ടാസ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഇതിലൊരു ബാൻഡ് ഉണ്ട്, ആ ബാൻഡിന്റെ അടിസ്ഥാനത്തില്, അതേപോലെ സ്കോറിന്റെ അടിസ്ഥാനത്തില്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഉണ്ട്. അതായത് കളിച്ച് നേടുന്ന പോയിന്റുകളുണ്ട്. ആ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും പണിപ്പുരയിൽ കയറാം. ഇത്ര സെക്കൻഡിന്റെ ഉള്ളിൽ അതിനുള്ളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം സാധനങ്ങൾ കളക്ട് ചെയ്ത് പുറത്തിറങ്ങാം. അത് ഇവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാവർക്കും കയറാനും പറ്റൂല. അങ്ങനല്ല, ബിഗ് ബോസ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായില്ലേ, ഈ അരി, പച്ചക്കറി, ഗോതമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതേപോലെ ഡ്രസ്സുകളും ഓരോരുത്തർക്ക്, അതായത് അതൊക്കെ ബിഗ് ബോസ് തീരുമാനിക്കുന്നതാണ്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ഒരു സാധനങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നില്ല. കാരണം ബിഗ് ബോസ് എന്ത് കൊടുക്കണേ അത് യൂസ് ചെയ്യാം, എന്ത് കഴിക്കാൻ കൊടുക്കുന്നത് അത് കഴിക്കുക. ബിഗ് ബോസ് എന്ത് പറയുന്നത്, അതായത് അവർക്കത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പോയിന്റ് ഉണ്ടാക്കണം. ആ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസിന്റെ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുക. ഇതിലിപ്പോ ജിസയിലൊക്കെ ഭയങ്കര എന്താന്ന് പറയാ, മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ജിസയില്. അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഈ അപ്പാനി സിനിമകള്, അതൊക്കെ എന്താ കലിപ്പാണ് അതൊക്കെ. അത് കാണുമ്പോ ഒരു രസം. ഇത് കണ്ടിക്കാനാണ് ഇത്രയും നേരം ആണ്. അത് ഞാൻ സത്യം പറഞ്ഞാല് ഈ പുറത്തുള്ള കുറെ ഇഷ്യൂസ്, ഈ രേണുസുതിയൊക്കെ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കാണേണ്ടിയിരുന്നു, അതിങ്ങനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ രേണുസുതി
അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അതായത് പുറത്തുള്ള സ്വഭാവം സ്വന്തം സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടു തുടങ്ങിയതാണ്. അതിന് കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. രേണുസുതൊക്കെ വെറും ഉടായ്പാണ്. ഉടായ്പിൽ അങ്ങേ തലയാണ്. അതായത് മാനിപ്പുലേഷൻ. വെറുതെ നിന്ന് കാര്യമില്ല. കളിക്കാനൊന്നും കഴിയില്ല. കളിക്കാനുള്ള കഴിവൊന്നും ഇല്ലേ. വെറുതെ തള്ളുക. പുറത്തൊരു വർത്താനം, ഉള്ളിലെത്തിയ വേറെ വർത്താനം. ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് അതിനൊരു ബോധമില്ല. വെറുതെ നിന്നാണ്ട് കുഞ്ഞെ അമ്മേന്റെ മോനെ എവിടെ എവിടെ ഇതിപ്പോ സ്റ്റാർട്ടിംഗ് അല്ലേ ആയിട്ടുള്ളൂ. ഓരോരുത്തര് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഓരോ ഗെയിം, ഓരോരുത്തർക്ക് ഓരോ ഗെയിം ഉണ്ടാവല്ലോ. അപ്പൊ അത് വെച്ച് കളിക്കും. പോകെ പോകെ എല്ലാരും ഇപ്പൊ ശരിയാണ്. ഇത് പക്ക മൈൻഡ് ഗെയിമാണ്. അതായത് ഒരാള് എന്താണോ ചിന്തിക്കുന്നത് അത് മറ്റാൾക്ക് മനസ്സിലാവില്ല. അതായത് പക്ക ഗെയിമിംഗ് ആണ് ഇതില്. അതായത് ഒരാളെ പ്രൊവോക്ക് ചെയ്ത്, അതായത് ഇപ്പോ ഒരാള് മറ്റേ ആളെ പ്രൊവോക്ക് ചെയ്യണം. പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോ ന്യായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓഡിയൻസിനെ പറ്റണമെന്നില്ല. ചിലപ്പോ ഒരാള് മറ്റേ ചീത്ത അറിയുമ്പോ ആ ചീത്ത അറിഞ്ഞ ആൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ പാവമായിട്ട് നിൽക്കുന്ന ആളെ, അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളെ ഭാഗത്തേക്ക് നിൽക്കും. മറ്റേ ആളെങ്ങനെയാവും? അയാൾ വില്ലനോ? അങ്ങനെ ആവുമ്പോ പിറ്റത്തെ വോട്ടിങ്ങില് അയാളുടെ ആ വോട്ട് കുറയും. സോ സ്വാഭാവികമായിട്ടും എലിമിനേറ്റ് ആവും. അങ്ങനെ അതായത് പ്രൊവോക്ക് ചെയ്യുക. പിന്നെ സ്ക്രീൻ സ്പേസ്. ഇത് ഇപ്പൊ ലൈവ് ആണെന്ന് പറഞ്ഞില്ലേ? ഈ ലൈവ് ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ഉള്ളൂ. 1 അവർ ആ ഒരു മണിക്കൂറിൻ്റെത്. അതായത് ഇന്നലത്തത് ഇന്ന് അപ്ലോഡ് ചെയ്യുള്ളൂ. അത് ലൈവായിട്ടല്ല. അത് ഇതേപോലെ എഡിറ്റ് ചെയ്ത് തെറികളൊക്കെ ഉണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് അത് ടിവിയിൽ കാണിക്കും. ഒറിജിനൽ ആയിട്ടുള്ളത് കാണണമെങ്കിൽ ലൈവ് കാണും. അതാണ് ഇപ്പൊ ഞാൻ കണ്ടോളുന്നത്. ഞാൻ എപ്പോഴും കാണുന്നില്ലല്ലോ. എപ്പോഴും സമയം ഉണ്ടാവുമ്പോ അല്ല ലൈവായിട്ട് ഇതിലുണ്ടാവും. അതായത് ഇതിലിപ്പം ലൈവായിട്ട് കാണും. അതായത് ഇതിപ്പോ ഇന്നത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നാളെ ഇവര് ഹോട്ട്സ്റ്റാറിൽ രാത്രി 9:30 എയർ ചെയ്യും. പിറ്റേ ദിവസം, അതായത് ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ ഇട്ട ഇന്ന് വൈകുന്നേരം രാത്രി 9 മണിക്ക് ഇട്ടത് നാളെ വൈകുന്നേരം 9 മണിക്ക് ടിവിയിൽ കാണിക്കും. അതായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ കാണിക്കുക. 2 ദിവസം അല്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ കാണിക്കുക. അപ്പൊ അവര് ഭയങ്കര ബാക്കിലായിരിക്കും. നമുക്ക് ലൈവായിട്ട് കാര്യങ്ങൾ അറിയണ്ടേ? ഇപ്പൊ എന്തോ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ആയി. അല്ല എപ്പോഴൊന്നും ഇല്ലേ, ഇവർക്ക് ഒരു ടൈം വെച്ചാൽ മതി. ഈ ടാസ്കിനൊക്കെ ഒരു ടൈം വെച്ചാൽ മതി. ഇന്ന ടൈമിൽ ഒരു ടാസ്ക് ഉണ്ട് എന്നുള്ളത് ടൈം വെച്ചാൽ നമുക്ക് ആ ടൈമിൽ കണ്ടാൽ പോരെ. ഇതാവുന്നില്ല. ഇത് ഫുൾ ടൈം കണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവര് ഒരു കളി കളിച്ചതാണ് പോയി പോയിട്ടും വേണ്ടത് എന്തെങ്കിലും. പിന്നെ ഇവന്റെ പേരെന്തേന്നു? അനീഷ്. ഇതില് അനീഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് കോമണറാണ്. കോമണർ പറഞ്ഞാല് ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. സീരിയൽ ആക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ അതേപോലെ യൂട്യൂബേഴ്സ് ഉണ്ടാവും, പിന്നെ വേറൊന്നുണ്ട് രേണു ഇന്റർവ്യൂവർ ആണ്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. ഫെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പരിചയമുള്ള ആൾക്കാരായിരിക്കും. അതായത് ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. 100 ആളെടുത്താല് അതിലൊരു 10 ആൾക്കെങ്കിലും ഇവരെ അറിയാം. അങ്ങനത്തെ ആൾക്കാരായിരിക്കും. അതിൽ ഒട്ടും അറിയാത്ത കോമണറായിട്ടുള്ള ഒരാളാണ് ഈ അനീഷ് എന്ന ആള്. അതായത് നമ്മളെ പോലത്തെ ഒരാള് ഗവൺമെന്റ് ജോലിയൊക്കെ ലീവ് ഇട്ട് വന്ന് കളിക്കുകയാണ്. ഡെഡിക്കേഷൻ. ഇപ്പം പറഞ്ഞെന്താ, ഞാൻ 1 വർഷം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. അതായത് ഇത് പ്രിപ്പയർഡ് ആയിട്ട് വന്ന ഒരാളാണ്. അതിനു വേണ്ടിയിട്ട് മാക്സിമം ഇതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. പ്രൊവോക്കിംഗ് എന്ന് വെച്ചാൽ രാവിലെ ഒരു പാട്ടോടെയാണ് ഈ ഷോ തുടങ്ങുന്നത്. ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് ചില്ലായിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ, ഇപ്പൊ കിച്ചൺ ഡ്യൂട്ടിയാണ്. ഇപ്പൊ എവിടെ ഉണ്ടോ അവിടെ കച്ചറയാണ്. കിച്ചൺ ഡ്യൂട്ടിയിൽ ഇപ്പൊ കിച്ചണിലാണ് പരിപാടി. കിച്ചണില് തല്ല്. പിന്നെ ഒരു മൈനസ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയതാണ്, എനിക്ക് തീരെ പറ്റിയിട്ടില്ല അത്.
എന്തെങ്കിലും ഒരു കാര്യം ഉം. പറ്റില്ല എന്നാണ് പറയണെന്നുണ്ടെങ്കിൽ ഉം. പിന്നെ അത് തന്നെ ഓപ്പോസിറ്റുള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല 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 ഇത് ഇമ്പോസിഷൻ എടുത്താക്കി അങ്ങനെ പറഞ്ഞോണ്ട് ഉം. പിന്നെ അപ്പാനി ചീത്തേന്റെ അങ്ങനെ തന്നെ രേണുവൊക്കെ കാർക്കിച്ച് തുപ്പിയൊക്കെ പോകുന്നുണ്ട് അതായത് ഇപ്പൊ ഇന്ന് ജിസേലുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചീത്തവിളിയും തെറിവിളിയും ഹിന്ദിയിൽ എന്തൊക്കെ തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ. ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. മലയാളിയല്ല? മലയാളിയല്ല, ഹിന്ദി. മലയാളം അറിയാം, ആ. അമ്മ മലയാളി, അച്ഛൻ ഏതോ അങ്ങനെന്തോ ആണ്, ആ. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പം നിലവില് ഇതിൽ ഒരു 4-5 ആൾക്കാര് ഡേഞ്ചർ സോണിലാണ്. അതായത് എലിമിനേഷൻ റൗണ്ടില് എലിമിനേഷൻ. എനിക്ക് എന്തിനൊക്കെ പറയാം, എവിക്ഷൻ റൗണ്ടിലാണ്. ഉം. ഇതിൽ പോലും ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പോണോ ഉള്ളിൽ നിൽക്കണോ എന്നുള്ള ഒരു ഇത് നിൽക്കണം. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ബിഗ് ബോസ്. എനിക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ രേണുസുധീനെയും അതേപോലെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കണ്ട് കേറിയതാണ്. ഇവരുടെ സ്വന്തം സ്വഭാവം എന്താന്ന് അറിയാൻ അങ്ങനെ കേറി കണ്ട് കഴിഞ്ഞപ്പോ ഒരു രസം. ഇതിപ്പോ നീതു കണ്ടാൽ ഈ വീഡിയോ നീതു കണ്ട എന്തായാലും നീ പറയും, മിനുട്ടി കണ്ടാ പറയും വേണ്ട. ഗ്രീഷ്മ കസിന് അവളൊക്കെ ഞാൻ കൊറേ കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിട്ട് കുറ്റം പറഞ്ഞു അവസാനം കാണു തുടങ്ങിയാ കണ്ടിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മിക്കവാറും കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ നിർത്തേണ്ടാവും. പക്ഷെ ഇതൊരു മാതിരി കളി. പക്ഷെ പരച്ചിലേ ഉള്ളൂ. പക്ഷെ കാണാതിരുന്ന അതേപോലെ അല്ലല്ലോ, അല്ല എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് കാണുമല്ലോ. എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് സംഗതി മനസ്സിലായോ? ഒരു ഇതൊക്കെ ഇന്ന വീട്ടില് വെറുതെ ഇരിക്കുമ്പോ സാധനം കണ്ടാണ്ട് ഒരു വീഡിയോ ചെയ്യും, ലൈവ് അപ്ഡേഷൻ കൊടുത്ത് നോക്കാം. ശരി, എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.